ഇന്ന് നമുക്ക് എസ് ലോറി നോക്കിയാലോ. എസ് ലോറി ഉണ്ടാക്കാൻ ആദ്യം സെറ്റ് ചെയ്ത ടയറുകളാണ് 7 സെൻറ്റിമീറ്റർ ഡയയിലുള്ള 6 ടയറുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ടയറുകൾ ഉണ്ടാക്കിയതെല്ലാം ഫോം ഷീറ്റിൽ തന്നെയായിരുന്നു. ഫോം ഷീറ്റ് ഉണ്ടാക്കിയ ശേഷം അതിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ പ്രധാന ഭാഗമാണ് ഹൗസിങ്. ഡിഫറൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെക്കാനിസത്തിൽ തന്നെയാണ് ഞാൻ ഹൗസിങ് ചെയ്തെടുത്തിരിക്കുന്നത്. ഹൗസിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പാർട്ട് 2 ഭാഗത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഷാഫ്റ്റിൻ്റെ സഹായത്താൽ 2 വീലുകളും വളരെ ഫ്രീ ആയിട്ട് തന്നെ എൻ്റെ ഡിഫറൻഷ്യൽ സിസ്റ്റത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ചെയ്തിട്ടുള്ളത് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ഫോം ഷീറ്റും വുഡും ഉപയോഗിച്ച് തന്നെയാണ് പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിരിക്കുന്നത്. പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്ന PVC ഷീറ്റ് കട്ട് ചെയ്താണ് പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ 16 ക്രോസ് ബാറുകൾ കൊടുത്ത് അതിലാണ് പ്ലാറ്റ്ഫോം ഉറപ്പിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോം ഫോം ഷീറ്റ് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോറിയിൽ ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ ഹെഡ് എത്രത്തോളം ഭംഗിയാവുന്നു അത്രത്തോളം തലയെടുപ്പുണ്ടാവും ഒരു SC ലോറിക്ക്. പാർട്ടീഷൻ ചെയ്യാൻ ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിച്ചത്. ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്ത് അതിൽ റെഡ് കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തത്. ഡബിൾ സൈഡ് ടേപ്പ് വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലും കർവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മാക്സിമം ജോയിൻറ്റ് ഫ്രീ ആക്കി ചെയ്യുന്നതായിരിക്കും ഒരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുന്നത്. പാർട്ടീഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. മുകളിലും 2 സൈഡുകളിലുമായി പില്ലർ സെറ്റ് ചെയ്തപ്പോൾ അതും കറുത്ത കളർ തന്നെ കൊടുത്തത് കൊണ്ട് തന്നെ പേരെഴുതുന്ന ഭാഗം നല്ല വ്യക്തമായി പ്രൊജക്റ്റായി നിൽപ്പുണ്ട്. ഫൈനലി നമുക്ക് നമ്മുടെ ഹെഡ് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഹെഡും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ഫൈനൽ വർക്ക് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ ബോണറ്റും ബമ്പറും അതിൻ്റെ ഹെഡ്ലൈറ്റും വരുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യാം. ഇതൊന്നും ഞാൻ ഗമ്മോ ഗ്ലൂവോ വെച്ച് ഒന്നും തന്നെ ഒട്ടിക്കുന്നില്ല. കാരണം ഞാനിത് RCയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യുന്നതാണ്. അതിന് ശേഷം ഇതെല്ലാം പാർട്സ് ആക്കി ഞാൻ RCയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു RC ലോറി തന്നെയായിരിക്കും. ഇനി നമുക്ക് ഓരോരോ പാർട്ടുകളായിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു പാർട്ടും ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂവോ ഗമ്മോ ഏതൊരു വിധത്തിലെ പശയും കൊണ്ട് ഒട്ടിക്കുന്നില്ല. കാരണം പിന്നീട് എനിക്കിതെല്ലാം റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് RCയുടെ ബോർഡും കാര്യങ്ങളും കയറ്റാൻ പറ്റൂ. ഫൈനലി നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കിട്ടിയിരിക്കുന്നത്. മറ്റും ഹെഡും ബമ്പറും എല്ലാവരും കറക്റ്റ് സീറ്റിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ പാർട്ടുകളും അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ മെഷർമെൻറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.